പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉടുപ്പാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. തുണീനെ നമ്മൾ നാലാക്കി മടക്കിയാണ്. ഷിമ്മിക്കൊക്കെ മടക്കുന്നത് അതേപോലെ തന്നെയാണ് മടക്കേണ്ടത്. 27 ഇഞ്ച് ഇറക്കാണ് വേണ്ടത്. നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി എടുക്കാം. ഇനി നമുക്ക് ബോഡി ഇറക്കം വേണ്ടത് 11 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് നമ്മൾ 12 ഇഞ്ച് എടുക്കണം. ഒന്ന് അടയാളപ്പെടുത്താം. വണ്ണം നമ്മൾ എടുത്തേണ്ടത് 23 ഇഞ്ചാണ്. അതിന് നാലാക്കി ഭാഗിക്കുമ്പോൾ നമുക്ക് 5.25 വരും. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് നമ്മൾ 7.25 വെക്കണം. 7.25 അടയാളപ്പെടുത്താം. താഴോട്ട് വരയ്ക്കണം. കഴുത്താർക്ക് നമ്മൾ 4.25 ഇഞ്ച് വെക്കുകയാണ്. കുറച്ച് പുറത്തേക്കും കൂടി ഒന്ന് അടയാളപ്പെടുത്താം. ഒന്ന് വരയാണ്. ഇനി നമുക്ക് കഴുത്തിൻ്റെ അകലം നമുക്ക് 2.25 ഇഞ്ച് വെക്കാം. ഒന്ന് താഴോട്ട് വരയ്ക്കാം. തോൾ വീതി നമുക്ക് 4.25 വേണ്ടത്. ഒന്ന് അടയാളപ്പെടുത്താം. ഇവിടെ നിന്നാണ് അടയാളപ്പെടുത്തേണ്ടത്. കുറച്ച് താഴോട്ടും അടയാളപ്പെടുത്താൻ. ഞാൻ താഴേക്ക് വരയ്ക്കാം. കൈക്കുഴി 4.5 അടയാളപ്പെടുത്താം. കൈക്കുഴി നമ്മൾ 4.5 അടയാളപ്പെടുത്താണ്. പുറത്തും അടയാളപ്പെടുത്തണം. ഇനി ഒന്ന് വരയാം. ഇവിടെ നിന്ന് നമുക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമ്മളിതിന് നാട വെച്ച് കൊടുക്കണ്ടേ. നമുക്കിത് ഷേപ്പ് വരയ്ക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷേപ്പ് വരയ്ക്കണം. ബോഡി ഇറക്കത്തിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂട്ടിയിടണം. അതിനൊന്നും കൂടെ ഒന്നുകൂടി കൂട്ടിയിട്ട് 12 ഇഞ്ച് എടുത്തിടണം. കഴുത്തിൻ്റെ ഇറക്കം 4.25 ഇഞ്ച് വെച്ചിട്ടുണ്ട്. കഴുത്തിൻ്റെ അകലം 2.25 ഇഞ്ച് വെച്ചിട്ടുണ്ട്. തോൾ വീതി 4.25 വെച്ചിട്ടുണ്ട്. കൈക്കുഴി നമ്മൾ 4.5 ഇഞ്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് ഇവിടെ 1/2 ഇഞ്ച് ഷേപ്പും കൊടുത്തിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്തെടുക്കില്ലേ. നമ്മുടെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പാവാട കട്ട് ചെയ്യണം. നമ്മൾ പാവാട കട്ട് ചെയ്യുകയാണ്. നമുക്ക് പാവാടയുടെ ഇറക്കം വേണ്ടത് 16 ഇഞ്ചാണ്. ആ 16 ഇഞ്ചിൽ ഇതിൽ 13.5 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിൽ 12.5 ഇഞ്ചേ കിട്ടുള്ളൂ. 1/2 ഇഞ്ച് മുകളിലേക്ക് തുന്നത്ത് പോകാണ്ട്, താഴേക്ക് ഒരു 1/2 ഇഞ്ച് പോകാണ്ട്. അപ്പോൾ 12.5 ഇഞ്ചേ കിട്ടുള്ളൂ. ഇതിൻ്റെ അടിയിലേക്ക് നമ്മൾ ഞെറി വെച്ച് കൊടുക്കുന്നുണ്ട് 3.5 ഇഞ്ചിൽ. അതും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ ഇറക്കം കിട്ടുള്ളൂ. ഇതിൽ നമുക്ക് 12.5 ഇഞ്ചേ കിട്ടുള്ളൂ.
ഇത് നമുക്ക് പാവാടയുടെ അടിയിലേക്ക് ഞെറി വയ്ക്കാനുള്ളതാണ്. 3.5 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടിയും കൂട്ടിയിട്ട് നമ്മൾ 4.5 ഇഞ്ച് വെച്ചിട്ടുണ്ട്. താഴെ മടക്കി അടിക്കണം 1/2 ഇഞ്ച്, മുകളിലേക്ക് ഇവിടെ 1/2 ഇഞ്ച് തുന്നൽത്തുമ്പം പോകും. അങ്ങനെ 1 ഇഞ്ച് പോകും. പാവാടയുടെ വീതി വേണ്ടത് ഇവിടെ നിന്ന് നമുക്ക് ഇതുവരെ 14.75 ഉണ്ട്. ആ 14.75 കൂടെ 14.75 കൂടി എടുക്കണം, എന്നാലേ ഞെറി കിട്ടുള്ളൂ. അതിനേക്കാൾ കൂടുതൽ ഞെറി വേണമെങ്കിൽ വീണ്ടും കൂട്ടണം. നമുക്ക് ഇത്ര ആവശ്യമുള്ളൂ. നമുക്ക് നാട വെച്ച് കൊടുക്കാൻ ഇങ്ങനത്തെ 2 പീസ് വേണം. ഒന്നിന് 2.5 ഇഞ്ച് വീതിയുണ്ട്, നീളം 18 ഇഞ്ച്. ഇനി നമുക്ക് കഴുത്തിൻ്റെ അവിടേക്ക് നമ്മൾ ക്രോസ് പീസാണ് ഇതേപോലെ വെട്ടിയെടുക്കണം. നമുക്ക് കട്ട് ചെയ്തെടുക്കല്ലേ. ഇതിന് വീതി ഒരു 1.25 ഇഞ്ചിലും കൊടുക്കണേ. നമ്മളിത് ക്രോസ് പീസ് കട്ട് ചെയ്തെത്തണം. അപ്പോൾ നമ്മുടെ ഇവിടെ കട്ടിങ് കഴിഞ്ഞു. നമ്മുടെ ഉടുപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണം, ഷെയറും ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇത് തയ്ക്കുന്ന വീഡിയോ ഇട്ട് വരാം.